PC ജോർജ് ഒരു വലിയ സംഭവമാണെന്ന് പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഓണത്തിന് നാട്ടുകാരെല്ലാം മാവേലി പക്ഷവും വാമന പക്ഷവുമായി തിരിഞ്ഞു നിന്ന് പോരാടിയപ്പോൾ PC മാവേലി പക്ഷത്തിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. അല്ലെങ്കിലും പണ്ടേ അമ്മാതിരി ഒരു പക്ഷമാണല്ലോ പുള്ളിക്ക്. അതുകൊണ്ടാണ് താനൊരു മാവേലി പക്ഷക്കാരനായത് എന്ന് PC പ്രഖ്യാപിക്കുകയും ചെയ്തു. മാവേലി ആരാ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളാണ്, ആര്യന്മാരും ദ്രാവിഡന്മാരും. മാവേലി തമ്പുരാൻ ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, കറുത്തവന്റെ പ്രതിനിധിയാണ്, അറിയാമോ? പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷക്കാരുടെയും പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും പ്രതിനിധിയായ മാവേലി തമ്പുരാനെ ചവിട്ടിത്താത്തതാര ഈ കേരളത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കറുത്തവന്റെ ഭരണം, പിന്നോക്കക്കാരുടെ ഭരണം, ന്യൂനപക്ഷക്കാരുടെ ഭരണം, ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഭരണം കേരളത്തിലുണ്ടായിരുന്നപ്പോ ഇവിടെ നല്ല ഭരണമായിരുന്നു, പട്ടിണി ഇല്ലായിരുന്നു. ആ ഐതിഹ്യം എഴുതിയുണ്ടാക്കിയപ്പോ കറുത്തവന്റെ സംസ്കാരത്തെ ചവിട്ടിത്താഴ്ത്താൻ, ആ നല്ല ഭരണത്തെ തകർക്കാൻ വെളുത്തവൻ ആര്യ സംസ്കാരം, ബ്രാഹ്മണ സംസ്കാരം ശ്രമിച്ചു എന്ന ആ ചെറിയ സത്യം കാണാതെ പോയിട്ട് കാര്യമില്ല. മാവേലി പക്ഷക്കാരനാണെന്ന് വെറുതെ അങ്ങ് ബടായി പറഞ്ഞു പോകുന്നയാളല്ല PC. അത് നല്ല വടംവലിക്കാർക്കൊപ്പം കൂടി വലിച്ച് ക്ഷീണിച്ചുകൊണ്ട് തെളിയിക്കുകയും ചെയ്തു. PC ഈ വലിക്കുന്ന ഇമാതിരി വടം തിങ്കളാഴ്ച മുതൽ നിയമസഭയിലും വലിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ മാത്രമല്ല, ഇത്തവണ ഒറ്റയ്ക്കിരിക്കുന്ന KM മാണിക്ക് വേണ്ടി പ്രത്യേകം വലി വേണ്ടിവരും. എന്തായാലും ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. BJPക്ക് നിരാശാഭരിതനായ വെള്ളാപ്പള്ളിയുടെ കുത്തുകൾ. കുമ്മനവും ടീമും വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചു. പെരുവഴിയിൽ ഇനി എന്തു ചെയ്യുമെന്നും വെള്ളാപ്പള്ളിയുടെ ചോദ്യം. ആവശ്യമില്ലാണ്ട് കുറെ ആശിച്ചു, ഒന്നും നടക്കാണ്ടായപ്പോ ദേഷ്യവും സങ്കടവും ഒന്നും മനസ്സിൽ വെക്കരുത്. ആശിച്ചതൊക്കെ ഇനി നടക്കാവുന്നതേ ഉള്ളൂ. അത് നടക്കാണ്ടിരുന്ന നന്നായി. അപ്പോ എല്ലാവരോടും എന്തെങ്കിലും കാണാം. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു മുട്ടായി കിട്ടിയ പങ്കുവെച്ച് നിന്നവരല്ലേ നമ്മള്. പിന്നെ എന്ന് നമ്മൾ ഒരുമിച്ചുണ്ടാവണം, നമുക്കൊരു കുടുംബം ഉണ്ടാവണം, ജീവിതം ഉണ്ടാവണം. അല്ലിനു തീരമുണ്ടോ? VS അഭിനയിച്ച സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തോൽപ്പിച്ച് സൂപ്പർ സ്റ്റാർ പദവിയിലിരുന്ന് പിണറായിയെ പാഠം പഠിപ്പിക്കുമെന്ന് VS. നമ്മെ മനസ്സിലായി കാണുമല്ലോ. മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമദത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ, അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. സ്ത്രീപക്ഷ പോരാട്ടത്തിന് മാതൃകയായി UDFകാർ. സ്ത്രീ വിമോചനത്തിനായി അസീസ് സഖാവിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. ഇടതുപക്ഷ താൻ മാവേലി പക്ഷമെന്ന് PC ജോർജ്. മാവേലി പക്ഷക്കാർ വടംവലിക്കാരായിരിക്കണമെന്നും നിർദ്ദേശം. മാവേലി ആരാ? ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.